ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളി കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെയും സുധീഷിന്റെയും വിവാഹം നടന്ന സാഹചര്യവും പിന്നീട് നടന്ന സംഭവങ്ങളും എല്ലാം ഇപ്പോ ഹരീഷിനും നികേഷിനും ഭാസ്കറിനും അറിയാം. ഡിവോഴ്സ് വാങ്ങി നിധി വീട് വിട്ടു പോകാനിരിക്കുകയാണെന്ന് അറിഞ്ഞതിന്റെ സങ്കടത്തിലാണവർ. രാവിലെ ഉറക്കമുണർന്ന നിധി ഉറങ്ങിക്കിടക്കുന്ന സുഭാഷിനെ അനിയന്മാരെ ഒന്ന് നോക്കിയിട്ട് മുറ്റമടിക്കാനായി പോവുകയാണ്. ഭാസ്കരൻ അരികിലേക്ക് ചെന്ന് നിധിയുടെ കയ്യിൽ നിന്നും ചൂല് വാങ്ങിച്ച് മുറ്റമടിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന നിധി ഫോണിൽ പാട്ട് വെച്ച് എല്ലാവരെയും വിളിച്ചുണർത്തുകയാണ്. രാത്രി ഒരുപാട് താമസിച്ച ഉറങ്ങിയത്, അതുകൊണ്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിധി വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. സുഭാഷ് സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയും തട്ടി ഉണർത്തുകയാണ്. നിധി ഒന്ന് നോക്കിയിട്ട് ഹരീഷും നികേഷും അവിടെ നിന്ന് പോകുമ്പോൾ നിധിയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു, രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ? കണ്ണിൽ നല്ല ക്ഷീണം ഉണ്ടല്ലോ. ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ ചുവരിൽ വെച്ചിരിക്കുന്ന സുധീഷിന്റെയും നിധിയുടെയും വിവാഹ ഫോട്ടോയും ഫാമിലി ഫോട്ടോയും എല്ലാം എടുത്തു മാറ്റുകയാണ്. ഇത് കണ്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുകയും ഭാസ്കരൻ പുറത്തേക്ക് പോയിരിക്കുകയുമാണ്. തുടർന്ന് ചായയുമായി എല്ലാവരുടെയും അരികിലേക്ക് വരികയാണ് സുഭാഷ്. നിധിയും അവിടേക്ക് വരുന്നു. സുഭാഷ് എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. കണ്ടു നിറഞ്ഞിരിക്കുന്ന നികേഷിന്റെ അരികിലേക്ക് ചെന്നിരുന്ന് നിധി ചോദിക്കുന്നു, നീ എന്നോട് മിണ്ടത്തില്ലേ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നീ എന്നോട് മിണ്ടുന്നതേ ഇല്ല. നീ എന്നോട് സംസാരിക്കില്ലേ? ഇത് കേട്ട് നികേഷ് പൊട്ടിക്കരയുകയാണ്. എല്ലാവരും വിഷമത്തോടുകൂടി നികേഷിനെ നോക്കുമ്പോൾ കയ്യിൽ പിടിച്ച നിധി ചോദിക്കുന്നു, നികേഷ് എന്താടാ? കരഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നു, ഏട്ടത്തി ഞങ്ങളെ വിട്ട് പോകല്ലേ. അപ്പൊ സുഭാഷ് പറയുകയാണ്, നികേഷ് നീ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ കരഞ്ഞ് കൈകൂപ്പി നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഞങ്ങളെ വിട്ട് പോകരുതേ, ഞങ്ങൾക്കത് സഹിക്കാനാകില്ല. പ്ലീസ് ഏട്ടത്തി, ഈ കല്യാണം ശരിക്കും നടന്നതാണെന്ന് വിചാരിച്ച് ഞാൻ ഏട്ടത്തിയുടെ അരികിൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തു. അതിന് എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് ഏട്ടത്തി ഞങ്ങളെ വിട്ട് പോകരുത്. പ്ലീസ് ഏട്ടത്തി എന്ന് പറഞ്ഞ കരഞ്ഞ് അപേക്ഷിക്കുകയാണ് നികേഷ്. ഇത് കണ്ട് കണ്ണു നിറഞ്ഞ് നികേഷിനെ നോക്കുകയാണ് നിധി. സുധീഷും സുഭാഷും ഹരീഷും എല്ലാം നികേഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. സുധീഷിനെ കെട്ടിപ്പിടിച്ച് നികേഷ് കരയുമ്പോൾ സുഭാഷ് പറയുന്നു, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിധിയെ ധർമ്മസങ്കടത്തിലാക്കരുതേ. ഹരീഷ് പറയുന്നു, ഏട്ടത്തി ഈ വീട് വിട്ടു പോയാൽ ഈ നാട്ടുകാർ എന്തു പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഏട്ടത്തി വന്നതിന് ശേഷം നികേഷ് വലിയ സന്തോഷത്തിലായിരുന്നു. ഏട്ടത്തി വന്നതിന് ശേഷമാണ് നികേഷിനെ ഞങ്ങൾ ഇത്ര സന്തോഷത്തോടു കൂടി കണ്ടിട്ടുള്ളത്. ആ സന്തോഷം വേണ്ടാന്ന് വെക്കാനാകാത്തത് കൊണ്ടാ ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കരഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്, എല്ലാവരും കൂടി ചേർന്ന് എന്നെ കരയിപ്പിക്കുകയാണോ? നികേഷ് പറയുന്നു, ഏട്ടത്തി ഈ വീട് വിട്ടു പോകല്ലേ. ഏട്ടത്തി എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലാന്ന് അറിയാം. പക്ഷെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയല്ലോ. ഹരീഷ് പറയുന്നു, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ കുറച്ചു നാളത്തേക്കൊന്ന് മാറ്റി വെച്ചൂടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഞങ്ങൾ ഒന്നും പറയുന്നില്ല. കുറച്ചു നാളത്തേക്ക് ഡിവോഴ്സ് വേണ്ടാന്ന് വെച്ചൂടെ? ഇപ്പോഴാ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. ആ സന്തോഷം ഇവിടെ അവസാനിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ കണ്ണു നിറഞ്ഞ് നിധിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് ഹരീഷ്. നിധിയുടെ അരികിലേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നു, ഏട്ടത്തിക്ക് വേണമെങ്കിൽ സുധീഷ് ഏട്ടനെ ഡിവോഴ്സ് ചെയ്യാം, പക്ഷേ ഞങ്ങളെ വിട്ടു പോകരുത്. സുധീഷ് പറയുന്നു, അവൾക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങിപ്പോകാം. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു നാടക കല്യാണം, ഫേക്ക് കല്യാണം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഞങ്ങളുടെ ലൈഫില് ശരിക്കും കല്യാണം നടന്നിരിക്കുന്നു. ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെ അരികിൽ ചെന്ന് ഞങ്ങളുടെ കല്യാണം ഫേക്ക് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിധിക്ക് വേണ്ടിയാണ് അന്ന് ഞാൻ നിധിയുടെ കഴുത്തിൽ താലി കിട്ടിയത്. ഇന്നിപ്പോൾ നിധിക്ക് ഡിവോഴ്സ് ആണ് ആവശ്യം. എനിക്ക് ഡിവോഴ്സിന് സമ്മതമാണ്. ഇതെല്ലാം കേട്ട് നിധി കരയുമ്പോൾ കണ്ടു നിറഞ്ഞ നിധിയെ നോക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. സുഭാഷ് പറയുന്നു, എന്തിനാ എല്ലാവരും കൂടി നിധിയെ സങ്കടപ്പെടുത്തുന്നത്? നികേഷ് പറയുന്നു, സോറി ഏട്ടത്തി, സോറി. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ വേണം നിങ്ങളോട് എല്ലാവരോടും സോറി പറയാൻ. ഞാനല്ലേ എല്ലാവരെയും കരയിപ്പിച്ചത്. സുഭാഷ് പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കാം. നിന്നെ ആരും നിർബന്ധിക്കുകയൊന്നുമില്ല. നീ എന്ത് തീരുമാനം എടുത്താലും നിന്റെ കൂടെ ഉണ്ടാകും ഞങ്ങള്. പക്ഷെ ആ തീരുമാനം കുറച്ചു നാള് കഴിഞ്ഞിട്ട് പോരെ? അതുവരെ നിധിക്ക് ഞങ്ങളുടെ വീട്ടിൽ കഴിയാം. വേറെ വാടക വീട് അന്വേഷിക്കുന്നതും മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുന്നതും ഒന്നും വേണ്ട. മോളുടെ വീട് പോലെ മോക്ക് ഇവിടെ ജീവിക്കാം. ഞങ്ങൾ ആരും ഒരു കാര്യത്തിലും മോളെ ബുദ്ധിമുട്ടിക്കില്ല. മോളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. മോൾക്ക് ജോലി ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അത് ചെയ്യാം. മുന്നോട്ട് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അത് ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്യ. അറിയാത്തവരിടത്ത് വാടക വീടെടുത്ത് താമസിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇവിടെ താമസിച്ചുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കേട്ട് നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നു, ഏട്ടത്തി ശരിയെന്ന് പറ, പ്ലീസ് ഏട്ടത്തി പോകരുത്. അങ്ങനെ കൈകൂപ്പി കരയുകയാണ് നികേഷ്. കരഞ്ഞ് നികേഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, എടാ നികേഷ് നീ കരയാതെടാ പ്ലീസ്. ശരി ഞാൻ പോകില്ല. നീ കരയാതെ, ഞാൻ പോകില്ല. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. കണ്ടു നിറഞ്ഞ് സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവിടെ സുധീഷിന്റെ ഭാര്യയായി ജീവിക്കാൻ ആരും നിധിയോട് പറയുന്നില്ല. ഡിവോഴ്സ് വേണമെങ്കിൽ ഡിവോഴ്സ് മേടിച്ചോ, എങ്ങനെയാണെങ്കിലും ഇവിടെ താമസിച്ചാ മതിയെന്നാണ് പറയുന്നത്. എന്റെ ജീവിതത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല.
നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഉറപ്പായും ഏട്ടത്തി ഇവിടുന്ന് പോകില്ലല്ലോ? നിധി പറയുന്നു, ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മതിയോ? കണ്ടു നിറങ്ങിയ സന്തോഷത്തോടുകൂടി സുഭാഷിന്റെ കയ്യിൽ പിടിച്ച നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഏട്ടത്തി പോകുന്നില്ല എന്ന് പറഞ്ഞു, ഇവിടെ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞു. ഹരീഷ് ഏട്ടാ, സുധീഷ് ഏട്ടാ, ഏട്ടത്തി ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ഏട്ടത്തി ഉറപ്പായിട്ടും ഇവിടെ തന്നെ കാണുമല്ലോ, ഞങ്ങളെ വിട്ട് പോകില്ലല്ലോ? പുഞ്ചിരിച്ച നിധി പറയുന്നു, ഞാൻ പോകില്ലടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സുഭാഷ് പറയുന്നു, മോളുടെ ആഗ്രഹം പോലെ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാം. മോളുടെ വീട്ടിൽ വെച്ച് നടത്താൻ കഴിയാതെ പോയ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ വെച്ച് നടത്താം. അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഞങ്ങള് നിധിയുടെ കൂടെ നിന്ന് ചെയ്യാം. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടുന്ന് പോകില്ല, സത്യമായിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആരും എനിക്ക് വേണ്ടി ഇങ്ങനെ കരയരുത്. കണ്ണീര് തുടച്ച് നികേഷ് പറയുന്നു, ഏട്ടത്തി ഇനി ഞാൻ കരയില്ല. നിധി പറയുന്നു, കരയല്ലടാ, നീ കരയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടത്തി ഞാൻ കരയില്ല എന്ന് പറഞ്ഞ് ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിലേക്ക് ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് നികേഷ്. സുഭാഷും ഹരീഷും സുധീഷും അരികിലേക്ക് ചെന്ന് നികേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി കണ്ണു നിറഞ്ഞ് നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന സുഭാഷും നികേഷും ഹരീഷും സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. സുധീഷും നിധിയും ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കണമെന്നും ആ വീട്ടിൽ തന്നെ നിധി ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഹരീഷ് പറയുകയാണ്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അത് അങ്ങനെ തന്നെ നടക്കും. സുഭാഷ് പറയുകയാണ്, പക്ഷെ ഒരിക്കലും നമ്മൾ നിധിയെ ഇതിന് നിർബന്ധിക്കാൻ പാടില്ല. നിധിക്ക് തനിയെ തോന്നണം. തുടർന്ന് ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് ഹരീഷിനോട് നന്ദി പറയുകയാണ്. ഡിവോഴ്സ് കുറച്ചു നാളത്തേക്ക് മാറ്റി വെച്ചതിന് നീ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി സംസാരിച്ചതെന്നും സുധീഷ് പറയുന്നു. എടാ നികേഷ്, നീ എന്തിനാ അങ്ങനെ കരഞ്ഞതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, കരച്ചിട്ട് വരില്ലേ? ഏട്ടത്തി ഇവിടുന്ന് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. സുധീഷ് പറയുന്നു, ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ആ പെണ്ണിനെ എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ എന്നെ ഇഷ്ടമല്ല. ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല, അത് ഇയാൾക്ക് തോന്നുന്നതാ. അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, നിങ്ങളെന്തോ സംസാരിക്കുകയായിരുന്നോ? ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? സുധീഷ് പറയുകയാണ്, അതെ അതെ, വലിയ ഡിസ്കഷനിലായിരുന്നു. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, നിങ്ങൾ എന്താ സുഭാഷ് ഏട്ടന്റെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചതാണെന്നും പലയിടത്ത് ചെന്ന് പെണ്ണ് കണ്ടതും വിവാഹം നടക്കാതെ പോയതിനെ കുറിച്ചും ഒക്കെ സുധീഷും നികേഷും നിധിയോട് പറയുകയാണ്. നിധി ചോദിക്കുന്നു, സുനന്ദയുടെ കല്യാണം നടക്കാൻ പോവുകയാണ്, അത് സുഭാഷ് ഏട്ടനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാ, സുഭാഷ് ഏട്ടനും സുനന്ദയെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരീഷ് പറയുന്നു, അത് നടക്കത്തില്ലെന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിധി പറയുന്നു, സുനന്ദയ്ക്ക് വീട്ടുകാരെ എതിർത്ത് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഹരീഷ് പറയുന്നു, അത് നടക്കില്ല, ഒരു കണക്കിന് അത് നടക്കാതിരിക്കുന്നതാണ് നല്ലത്. സുധീഷ് പറയുന്നു, അത് സത്യമാ, ആ വീട്ടിൽ നിന്നൊരു പെണ്ണിനെ കെട്ടാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്, ഒരു സ്വസ്ഥതയും സമാധാനവും തരില്ല. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടന് സുനന്ദയെ വേണ്ട, സുഭാഷ് ഏട്ടന്റെ വിഷമം മാറ്റാൻ ഏട്ടത്തി പറഞ്ഞതുപോലെ മറ്റൊരു വിവാഹം നടത്തണം. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ സുനന്ദയെ സുഭാഷ് ഏട്ടൻ മറക്കും. സുധീഷ് പറയുന്നു, പണ്ടൊക്കെ സുഭാഷ് ഏട്ടന് പെണ്ണ് കാണാൻ പോയാൽ സുനന്ദ ഇവിടെ കൂടി വരും, എന്നിട്ട് എന്തായെന്ന് ചോദിക്കും. നടക്കില്ല എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് ഇവിടെ നിന്ന് പോകും. എന്നിട്ട് എന്തായി ഇപ്പോൾ? ആ ബ്രോക്കർ പിന്നെ വന്നായിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ബ്രോക്കർ ശരിയാകുമെന്ന് തോന്നുന്നില്ല. എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം മാട്രിമോണിയൽ വഴിയാണ് കല്യാണം നടത്തിയത്. നമുക്ക് മാട്രിമോണിയൽ വെബ്സൈറ്റില് പുതിയൊരു ID ക്രിയേറ്റ് ചെയ്ത് സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കിയാലോ? സുധീഷ് പറയുന്നു, അത് കൊള്ളാം, നമുക്ക് അങ്ങനെ ചെയ്യാം. തുടർന്ന് മാട്രിമോണിയൽ വെബ്സൈറ്റിൽ ID ക്രിയേറ്റ് ചെയ്യുകയാണ് നിധി. സുഭാഷിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം സുധീഷും നികേഷും ഹരീഷും പറഞ്ഞു കൊടുക്കുകയാണ്. നിധി ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ എല്ലാവരും സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, 10 കഴിഞ്ഞ് +2 പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിധി പറയുന്നു, എങ്കിൽ പിന്നെ +2 കൊടുക്കാം. അത് കള്ളമാകത്തില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് സുധീഷിനെ നോക്കുകയാണ്. നിധി പറയുന്നു, അത് കള്ളമാകത്തില്ല, +2 പോയിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഏട്ടൻ ആർക്കിടെക്ട് ആണ്, എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുന്നതാണ് കള്ളം. ഇത് കേട്ട് സുധീഷ് ചമ്മലോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് നികേഷ് സുഭാഷിന്റെ നല്ലൊരു ഫോട്ടോ നിധിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. നിധി പറയുന്നു, പേ ചെയ്യണം, സോറി, ഒന്നും വിചാരിക്കരുതേ, എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടേ ഉള്ളൂ, ഓൺലൈനായി പേ ചെയ്യാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, അതിനെന്താ, ഞാൻ പേ ചെയ്യാലോ. ഹരീഷ് പറയുന്നു, ഇവൻ അങ്ങനെ പണം തരാമെന്ന് പറയുന്ന ആളല്ലല്ലോ, വല്ലാത്ത അത്ഭുതം തന്നെ. സുധീഷ് പറയുന്നു, ഒന്ന് പോടാ. നിധി ഫോൺ ഇങ്ങാന്ന് പറഞ്ഞ് സുധീഷ് ക്യാഷ് പേ ചെയ്യുകയാണ്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നു, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നിധി പറയുകയാണ്, ഇനിയും പെണ്ണുങ്ങളുടെ പ്രിഫറൻസ് വരും, അതിൽ നിന്നും സുഭാഷ് ഏട്ടന് ചേരുന്നത് നമ്മൾ കണ്ടെത്തി റിക്വസ്റ്റ് കൊടുക്കാം, അവരും അതിന് റെസ്പോണ്ട് ചെയ്യും, അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ സമയം അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷിനെ നോക്കി നിധി പതിയെ പറയുന്നു, പറയരുത്, ചുമ്മാ എല്ലാവർക്കും എങ്ങനത്തെ പെൺകുട്ടിയാണ് ഇഷ്ടമെന്ന് പറയുകയായിരുന്നു. നികേഷ് വരെ പറഞ്ഞു, സുഭാഷ് ഏട്ടൻ എങ്ങനെയുള്ള പെൺകുട്ടികളെ ഇഷ്ടം? സുഭാഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല മോളെ, നല്ല പെൺകുട്ടിയായിരിക്കണം. സുഭാഷിനെ അരികിലേക്ക് ഇരുത്തി സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ,
സുഭാഷ് ഏട്ടനെ എങ്ങനെയുള്ള പെൺകുട്ടി ഭാര്യയായി വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സുഭാഷ് പറയാൻ മടിച്ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, നികേഷ് നിനക്ക് വരുന്ന ഭാര്യ എങ്ങനെയുള്ളതായിരിക്കണം? അപ്പൊ നികേഷ് പറയുകയാണ്, എനിക്ക് പെൺകുട്ടി സുന്ദരിയായിരിക്കണം, നല്ല പഠിപ്പുണ്ടാകണം, ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ആളായിരിക്കണം, എന്നോട് നല്ല ഫ്രീ ആയി സംസാരിക്കണം, എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ നല്ല രീതിയിൽ നോക്കും. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുമ്പോൾ നിധി പറയുന്നു, കണ്ടോ കൊച്ചു പയ്യനാവൻ, അവൻ പോലും ഇത്രയും ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ പറ സുഭാഷ് ഏട്ടാ. സുഭാഷ് പറയുന്നു, നല്ല മുടി ഉണ്ടാകണം, പാചകം ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ പാചകം ചെയ്യുമ്പോൾ എന്റെ അടുത്തുണ്ടാകണം, ഞാൻ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു നോക്കി നന്നായിട്ടുണ്ടെന്ന് പറയണം, എന്നെ വഴക്ക് പറയരുത്, വഴക്കുണ്ടാക്കരുത്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ വന്ന് പറയാറുണ്ട് രാവിലെ വലിയ വഴക്കായിരുന്നു എന്നൊക്കെ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് എന്നോട് പറയണം, അപ്പൊ ഞാൻ ആ തെറ്റ് തിരുത്തും. അങ്ങനെ സുഭാഷ് തന്റെ സങ്കല്പങ്ങളെല്ലാം പറയുകയാണ്. തുടർന്ന് സുഭാഷ് നാണത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നല്ലൊരു പെൺകുട്ടി ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കല്പങ്ങൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നികേഷും ഹരീഷും സുധീഷും സുഭാഷിനെ കളിയാക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് നിധി. സുഭാഷ് ചിരിച്ചുകൊണ്ട് അനിയന്മാരെ ചേർത്ത് പിടിക്കുന്നു. തുടർന്ന് വീട് ക്ലീൻ ചെയ്യുന്ന നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, എന്തുപറ്റി? തിരുവനന്തപുരത്തേക്ക് വന്ന കാര്യമൊക്കെ മറന്നോ? സുഭാഷ് ഏട്ടന്റെ കല്യാണമൊക്കെ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ജോലി നോക്കണ്ടേ? നിധി പറയുന്നു, ജോലി വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണ്ടേ? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കോളേജിലേക്ക് പോണം, നാളെ പോകണമെന്ന് വിചാരിക്കുകയാണ്. എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെയും കൂട്ടി കോളേജിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവള് രാവിലെ വിളിച്ചിരുന്നു, ഞാൻ ഒന്നും മറന്നിട്ടില്ല, എന്റെ ലക്ഷ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എങ്കിൽ ഓക്കെ, രാവിലെ ഞാൻ കാറ് വരാൻ പറയാം, നമുക്ക് രാവിലെ തന്നെ പോകാം, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെത്താം, ഫുഡ് നമുക്ക് പുറത്ത് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാം. നിധി പറയുന്നു, നിർത്ത്, ഞാൻ സുധീഷിനോട് കൂടെ വരണമെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സുധീഷ് പറയുന്നു, നമുക്ക് കാറിൽ പോകാം, ഞാനൊരു ഡ്രൈവറായിട്ട് നിധിയുടെ ഒപ്പം വരാം. നിധി പറയുന്നു, വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്റെ ജോലിയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാമെന്ന്. സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും നിധിയെ തനിച്ചു വിടാൻ പറ്റില്ല, അത് പറയാൻ നിങ്ങൾ ആരാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനല്ലേ നിധിയുടെ ഗാർഡിയൻ, ആര് പറഞ്ഞു എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞു. നിധി പറയുകയാണ്, സുധീഷ് പറഞ്ഞ എനിക്ക് ഗാർഡിയൻ ആകുമോ? സുധീഷ് പറയുന്നു, നിധി എന്നെ വിശ്വസിച്ചല്ലേ തിരുവനന്തപുരത്തേക്ക് വന്നത്, ഈ വീട്ടിൽ താമസിക്കുന്നത്? നിധി പറയുന്നു, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് സുധീഷിനെ വിശ്വസിച്ചിട്ടല്ല, ഒരു ജോലി കണ്ടുപിടിക്കാനാണ്, അതിന് സുധീഷ് എന്നെ സഹായിച്ചു, അതുകൊണ്ട് എന്റെ ഗാർഡിയൻ ആകുമെന്നൊന്നും വിചാരിക്കണ്ട. ഈ വീട്ടിൽ ഞാൻ താമസിക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ സുധീഷിന് വേണ്ടിയല്ല, സുഭാഷ് ഏട്ടന് വേണ്ടിയും ഹരീഷിനും നികേഷിനും വേണ്ടിയാണ്, അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സുധീഷ് പറയുന്നു, നിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്, ഞാൻ കാരണമല്ലേ നിധി ഇവരെ എല്ലാവരെയും പരിചയപ്പെട്ടത്. നിധി പറയുന്നു, സുധീഷ് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നാളെ തനിച്ചാണ് പോകുന്നത്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തുടർന്ന് രാത്രി ഭക്ഷണം മുന്നിൽ വെച്ച് മദ്യപിക്കുകയാണ് ഭാസ്കരൻ. അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം. അവിടേക്ക് വന്ന സുഭാഷിനോട് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, നാളെ നിധി തക്കലയിലുള്ള കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി പോവുകയാണ്, മോള് നാളെ പോവാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതെ സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാണ് നിധി. സുഭാഷ് പറയുന്നു, നികേഷ് നീ നാളെ ഏട്ടത്തിയുടെ കൂടെ ഒന്ന് പോകും. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നാളെ എനിക്ക് എക്സാം ഉണ്ട്. അപ്പൊ സുഭാഷ് പറയുകയാണ്, അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ നികേഷിന് എക്സാം ആണെന്ന് എനിക്കറിയാം, ഞാൻ തനിയെ പോകാൻ വേണ്ടിയാണ്. ഇത് കേട്ട് ഭാസ്കരനും അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, മോള് തനിച്ചു പോകണ്ട, ആരെയും കൂട്ടിക്കൊണ്ടു പോയാൽ മതി, രാവിലെ പോയാ വരണമെങ്കിൽ രാത്രിയാകും, തനിച്ചു പോകണ്ട, കൂടെ ആരെങ്കിലും വേണം. സുധീഷ് പറയുന്നു, അങ്ങനെ പറ സുഭാഷ് ഏട്ടാ. നികേഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, സുധീഷ് ഏട്ടൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി സമ്മതിച്ചില്ല. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ കോളേജിൽ എന്റെ ഫ്രണ്ട് വരും, അതുകൊണ്ട് ഞാൻ തനിച്ചു പൊയ്ക്കോളാം. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ കൂടെ പോവാന്ന് പറഞ്ഞതാ, ഞാൻ കാറിൽ കൊണ്ടുപോയി കാറിൽ തന്നെ കൊണ്ടുവരില്ലായിരുന്നു. അതൊന്നും വേണ്ടാന്ന് നിധി പറയുമ്പോൾ അതെന്താ വേണ്ടാത്തെന്ന് സുധീഷ് ചോദിക്കുകയാണ്. നിധി പറയുന്നു, ഇത് ഞാൻ തന്നെ ചെയ്തോളാം, അവിടെ വന്നിട്ട് എനിക്ക് അയാളെ അറിയാം, ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് വെറുതെ തള്ളി എന്റെ സമയം കളയും, അതുകൊണ്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം. സുധീഷ് പറയുന്നു, നിധി ഞാനും കൂടെ വരാം, തനിച്ചു വിടാൻ പറ്റില്ല. നിധി പറയുന്നു, എന്റെ കൂടെ വരാന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്റെ കൂടെ വരണ്ടാന്ന്, ഇപ്പം എല്ലാവരുടെ മുന്നിൽ വെച്ചും പറഞ്ഞ് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണോ? സുഭാഷ് ഏട്ടാ ഞാൻ നേരത്തെ പറഞ്ഞതാ എന്റെ കൂടെ വരണ്ടാന്ന്, ഇപ്പൊ ചുമ്മാ ചോദിക്കുകയാണ് ഇവിടെ ഇരുന്ന്. ഇത് കേട്ട് ചിരിക്കുകയാണ് ഹരീഷും നികേഷും. സുഭാഷ് പറയുന്നു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാം. നിധി പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ, രാവിലെ ബസ്സിൽ കയറിയാ രാത്രി തിരിച്ചെത്തും, അന്ന് ഞാനും നികേഷും കൂടി പോയില്ലേ, അതുപോലെ പോയിട്ട് വരാം. സുഭാഷ് പറയുന്നു, എങ്ങനെ നിധിയെ തനിച്ചു വിടാനാ? അപ്പൊ നിധി പറയുകയാണ്, എന്റെ അച്ഛൻ എന്നെ ഇങ്ങനെ തനിച്ചു വിടില്ലായിരുന്നു, ഇപ്പം നിങ്ങളും അങ്ങനെ ആയോ? എന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, എന്നെ എവിടേക്കും ഒറ്റയ്ക്ക് വിടില്ല, പൊത്തി വെച്ചോണ്ടിരുന്നു, ഞാൻ നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നും അറിയില്ല സുഭാഷ് ഏട്ടാ, തനിച്ച് ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് നല്ലൊരു ജോലി നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ജോലി വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഞാൻ ആ സർട്ടിഫിക്കറ്റ്
ടിക്കറ്റ് എടുക്കാതെ വീട്ടിൽ നിന്നും പോന്നു. അത്രേ ഉള്ളൂ എന്റെ അറിവ്. തനിയെ പുറത്തു പോയി ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ എല്ലാം ഞാൻ പഠിക്കൂ. പ്ലീസ് സുഭാഷ് ഏട്ടാ. സുഭാഷ് പറയുന്നു ശരി മോളെ, മോള് സൂക്ഷിച്ചു പോയിട്ട് വാ. കയ്യില് ഫോൺ ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതി. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ? സുഭാഷ് പറയുന്നു നീ മിണ്ടാതിരിക്കടാ, നിധി തനിച്ചു പോയിട്ട് വരും. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഹരീഷും നികേഷും പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. മറ്റൊരു റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.